Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. Today's session we are trying to discuss about a new topic, that is maxima and minima. ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് ഇത്രയും ദിവസത്തെ സെഷനകത്ത് നമ്മൾ പഠിച്ചത് ഡെറിവേറ്റീവ്സിനെ പറ്റിയായിരുന്നു അല്ലേ. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെയും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അങ്ങനെ തുടങ്ങി പെർട്ടിക്കുലർ ഫംഗ്ഷൻസിൻ്റെയും സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെയും എല്ലാം തന്നെ ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ടുഡേ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ന്യൂ സെക്ഷൻ, ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ്സിൻ്റെ നമ്മൾ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന സെക്ഷൻസ് ആണ് ഇന്ന് മുതൽ മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ the first section is maxima and minima. Maxima and minima എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള ബേസിക് ഡെഫിനേഷൻസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. The maximum value of a function, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ ഇന്ന് മുതലുള്ള സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സെക്ഷനുകളുടെ ആപ്ലിക്കേഷൻ പാർട്ടാണ് വരുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് എപ്രകാരമാണ് ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് മുതലുള്ള സെഷൻസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമ ആൻഡ് മിനിമ എന്നാണ് ഹെഡ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമ ആൻഡ് മിനിമ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ മിനിമം എന്നീ ടേംസ് കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ, വാട്ട് ഡു യു മീൻ ബൈ മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ? F of c is the maximum value of a function if it is the greatest of all its values for all values of x in some neighborhood of c. ഒന്നുകൂടെ വായിക്കാം. Maximum value of a function f of c is the maximum value of a function if it is the greatest of all its values for all values of x in some neighborhood of c. എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് നമ്മൾ അസസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതിനായിരിക്കണം? എഫ് ഓഫ് സിക്കാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് f of c is the maximum value of the function, which means f of c greater than f of x for all x element of c minus epsilon c plus epsilon. ഇവിടെ ഈ c minus epsilon c plus epsilon എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് c എന്ന് പറയുന്ന പോയിന്റിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് ആണ്. അതായത് c എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ സിയിൽ നിന്നും ഒരു എപ്സിലോൺ മീൻസ് ഒരു വളരെ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആ എപ്സിലോൺ വാല്യൂ ബാക്കിലേക്കും, ദാറ്റ് മീൻസ് സി മൈനസ് എപ്സിലോൺ, സിയിൽ നിന്ന് എപ്സിലോൺ വാല്യൂ കുറച്ചെടുക്കുന്ന പോയിന്റും സി പ്ലസ് എപ്സിലോൺ മീൻസ് സിനോട് കൂടെ എപ്സിലോൺ വാല്യൂ കൂട്ടിയെടുക്കുന്ന പോയിന്റും. അപ്പോൾ ഇത്രയും പോർഷൻ ഒരു ഇൻ്റർവെലായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ ഉൾപ്പെടുന്ന ഏതൊരു എക്സിനെ സംബന്ധിച്ചും f of c will be greater than f of x, then we can say that f of c is the maximum value of the function. That is, f of c is the maximum value of the function if it is the greatest of all its values. ആ ഫംഗ്ഷൻ്റെ എല്ലാ വാല്യൂസിനേക്കാളും ഗ്രേറ്റസ്റ്റ് ആയിരിക്കണം. എവിടെ? for all values of x in some neighborhood of c. സിയുടെ നെയ്ബർഹുഡിൽ, സി എന്ന് പറയുന്ന പോയിന്റ് നെയ്ബർഹുഡിൽ എല്ലാ വാല്യൂസ് ഓഫ് എക്സിനെക്കാളും മറ്റെല്ലാ എക്സ് വാല്യൂസിനുമുള്ള ഫംഗ്ഷൻ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് എഫ് ഓഫ് സി എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് for all x element of c minus epsilon c plus epsilon. Otherwise f of c is the maximum value of the function f of x. എന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇത് വൈ ആക്സിസ് ഈ എക്സ് ആക്സിസ് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ ഇവിടുത്തെ ഒരു പോയിൻ്റാണ്. ഈ പോയിന്റ് ഞാൻ സി ആയിട്ട് എടുത്താൽ ഈ സിക്ക് നേരെ വരുന്ന ഫംഗ്ഷൻ വാല്യൂ അതായിരിക്കുമല്ലേ, ഇതായിരിക്കും എന്ത്? എഫ് ഓഫ് സി എന്ന് പറയും. അപ്പോൾ ഈ സിയിൽ നിന്നും ഒരു എപ്സിലോൺ ഡിസ്റ്റൻസ് ഇപ്പുറത്തേക്കും ഒരു എപ്സിലോൺ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് ഞാൻ എടുത്തു. അപ്പോൾ ദിസ് ഈസ് ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് സി. സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ നെയ്ബർഹുഡിൽ. അപ്പോൾ ഈ എപ്സിലോൺ നെയ്ബർഹുഡിനെ സംബന്ധിച്ച്
അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂസ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ വരും അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് ഇത്, ആ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എപ്സിലോൺ കുറച്ചെടുക്കുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു, എപ്സിലോൺ കൂട്ടിയെടുക്കുന്ന പോയിന്റ് റൈറ്റ് സൈഡിലും മാർക്ക് ചെയ്തു. ഇന്നലെ എന്ത് ചെയ്തു, ഈ 3 പോയിന്റ്സിൻ്റെയും സിയുടെയും സി മൈനസ് എപ്സിലോണിൻ്റെയും സി പ്ലസ് എപ്സിലോണിൻ്റെയും ഫംഗ്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എഫ് ഓഫ് സി മൈനസ് എപ്സിലോണും എഫ് ഓഫ് സി പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിലും ഗ്രേറ്റർ വാല്യൂ ഏതാണ്? എഫ് ഓഫ് സി ആണ്. അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് സി മൈനസ് എപ്സിലോൺ മുതൽ സി പ്ലസ് എപ്സിലോൺ വരെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂകളിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആരുടെ വാല്യൂ വരുവാണെങ്കിൽ എഫ് ഓഫ് സി വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സി ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. Again, the minimum value of a function, നേരെ ഓപ്പോസിറ്റ് സെൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. എഫ് ഓഫ് സി is the minimum value of a function if it is the least of all its values for all values of x in some neighborhood of c. അതായത് സിയുടെ നെയ്ബർഹുഡിലെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് സി ആയിരിക്കണം എന്താ അതിൽ ഏറ്റവും ചെറുത്. ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഷുഡ് ബി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ. സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞ നെയ്ബർഹുഡിൽ ഞാൻ എക്സിന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ആ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫംഗ്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ വാല്യൂസിൽ ഏറ്റവും ചെറുത് ആരായിരിക്കണം? എഫ് ഓഫ് സി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സി ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഈ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിനകത്ത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫിനകത്ത് ഈ പോയിന്റിനെയാണ് ഞാൻ സി എന്ന് വിളിക്കുന്നതെങ്കിൽ ആ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ഏതാ? ഇവിടെ വരും അല്ലേ, എഫ് ഓഫ് സി. അപ്പോൾ അവിടുത്തെ ഒരു സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോണിൻ്റെ നെയ്ബർഹുഡ് ഈ വരച്ചിരിക്കുന്നതാണെങ്കിൽ, ഇങ്ങനെയാണ് അതിൻ്റെ നെയ്ബർഹുഡ് വരച്ചതെങ്കിൽ ആ നെയ്ബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂസ് ഈ 2 പോയിന്റ്സ് ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈസ് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ആൻഡ് ദിസ് വൺ ഈസ് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. ഇതായിരിക്കും എഫ് ഓഫ് സി മൈനസ് എപ്സിലോണും ഇത് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എഫ് സി മൈനസ് എപ്സിലോണിന് സി പ്ലസ് എപ്സിലോണിനും ഇടയിലാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ താഴേക്ക് വരുന്നതുകൊണ്ട് എന്താണ് വാല്യൂ കുറഞ്ഞു വരിക. ദർഫോർ ഏറ്റവും ചെറിയ വാല്യൂ ആർക്കാണ്? എഫ് ഓഫ് സിക്കാണ്. ദർഫോർ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സി ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഈസ് ദ മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് വാല്യൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് in some neighborhood of c. സിയുടെ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ വാല്യൂസിൽ ഏറ്റവും ചെറുത് എഫ് ഓഫ് സി ആണെങ്കിൽ then we can say that f of c is the minimum value of the function. So എന്താണ് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. And next we are coming across 2 different tests for calculating the maximum and minimum of functions. Maximum and minimum ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസിൻ്റെ മാക്സിമവും മിനിമവും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 2 ടെസ്റ്റുകളെ പറ്റി അടുത്ത് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സോ മാക്സിമം മിനിമം എന്താ നമ്മൾ പറഞ്ഞു. ഇനി ഇത് എപ്രകാരം ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഡെറിവേറ്റീവ്സുമായിട്ട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ in order to test whether a point is a maximum or a point is a minimum value of a function, we have to use the concept of derivative. So the 2 tests are first derivative test and the second derivative test. First derivative test എന്ന് പറയുന്നത് നോക്കാം. f of c is an extremum value. Extremum value എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് either maximum value or minimum value. maximum എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലുത് അല്ലേ. മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറുത്. അതായത് 2 എക്സ്ട്രീംസിലുള്ള വാല്യൂസ്. അതുകൊണ്ട് തന്നെ എന്തും വിളിക്കാം, എക്സ്ട്രീമം വാല്യൂസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് എഫ് ഓഫ് സി ഇസ് ആൻ എക്സ്ട്രീമം വാല്യൂ. ഒരു ഫംഗ്ഷൻ്റെ എക്സ്ട്രീമം വാല്യൂ ആണ് എഫ് ഓഫ് സി എങ്കിൽ ദാറ്റ് മീൻസ് എഫ് ഓഫ് സി ക്യാൻ ബി ദ മാക്സിമം വാല്യൂ ഓർ ഇറ്റ് ക്യാൻ ബി ദ മിനിമം വാല്യൂ.
it implies f dash of c is equal to 0. അതായത് ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനകത്ത് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ എഫ് ഡാഷ് ഓഫ് സി എന്തായി പോകുകയാണെങ്കിൽ 0 ആയിട്ട് മാറുകയാണെങ്കിൽ we can say that f of c is an extremum value. Therefore that means that function f of x will contain either maximum value or minimum value of that function. Therefore ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്ന പ്രകാരമാണ് എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മളുടെ ഫംഗ്ഷന് മാക്സിമം വാല്യൂവോ മിനിമം വാല്യൂവോ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് പറയാം, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും 0 ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് സി എന്തായിട്ട് മാറും 0 ആയിട്ട് മാറും. സോ ഒരു ഫംഗ്ഷൻ നമുക്ക് വന്നിട്ട് ആ ഫംഗ്ഷന് സി എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റ് ആ പോയിന്റ്സിൽ എക്സ്ട്രീമം വാല്യൂ അഥവാ മാക്സിമം ഓർ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എഫ് ഡാഷ് ഓഫ് സി ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് സിയിൽ 0 ആയി പോകുന്നുണ്ടോ എന്ന് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ എഫ് ഡാഷ് ഓഫ് സി 0 ആയി പോവുകയാണെങ്കിൽ വി ക്യാൻ സേ that function f of x will contain either maximum value or minimum value, either maxima or minima at the point c. Next one is second derivative test. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് സി ഇസ് എൻ എക്സ്ട്രീമം വാല്യൂ. ഇപ്പോൾ എക്സ്ട്രീമം വാല്യൂ ഉദ്ദേശിക്കുന്നത് എന്താ, മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ. ഓർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ വരുന്നത് either it can be maximum or minimum. എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 ആകുകയാണെങ്കിൽ ആ സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷന് ഒന്നുകിൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാം. ഏതാണെന്നുള്ളത് മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. സോ അപ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് ഉപകാരം വേണ്ടി വരും, അല്ലെങ്കിൽ പ്രയോജനം വരുന്നത്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് അവർ പറയും എന്തെന്ന്, ആ പോയിന്റിൽ അല്ലെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ മാക്സിമം ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മിനിമം ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അവർ ഉറപ്പിച്ച കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് സാധിക്കുന്നു. പേര് പോണക്ക് തന്നെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നവർ നമുക്ക് മാക്സിമം ഓർ മിനിമത്തിൻ്റെ ഒരു കൺക്ലൂഷനിൽ മാക്സിമം ഓർ മിനിമം എന്ന കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് ഒരു സ്റ്റെപ്പും കൂടെ മുമ്പിലേക്ക് പോയി സെക്കൻഡ് ഡെറിവേറ്റീവ് ഡബിൾ ഡാഷ് ഓഫ് സി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ബൈ ദാറ്റ് we can determine whether that point C have a maximum value or correct ആയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തായിട്ട് പറയാൻ പറ്റുന്ന റിലേറ്റീവ് അല്ല, മാക്സിമം ആണോ മിനിമം ആണോ വാല്യൂസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് സാധിക്കുന്നു. And what is second derivative test? F of c is maximum. Second derivative test രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. That is f of c is maximum. Extremum നല്ല പറഞ്ഞിരിക്കുന്നത് എന്താണ്, f of c is maximum. c എന്ന് പറയുന്ന പോയിന്റിൽ f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാക്സിമം വാല്യൂ ആണെങ്കിൽ മാക്സിമം if f dash of c equal to 0 and f double dash of c less than 0. c എന്ന് പറയുന്ന പോയിന്റിൽ f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ f dash of c 0യുമായിരിക്കും, അതുപോലെ തന്നെ f double dash of c എന്തായിരിക്കും, ലെസ് ദാൻ 0യും ആയിരിക്കും. അതുപോലെ തന്നെ f of c is minimum. c എന്ന് പറയുന്ന പോയിന്റിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷന് മിനിമം വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ if then f dash of c equal to 0 and f double dash of c greater than 0. അപ്പോൾ f dash of c equal to 0 ആണെങ്കിൽ there exists either a maximum value or a minimum value. അപ്പോൾ ആ f dash of c equal to 0 കൂടാതെ f double dash of c less than 0 എന്നൊരു കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ we can say that f of c is maximum at the point c, and if f double dash of c greater than 0 then we can say that the point c, the function f of x has a minimum value. അപ്പോൾ എന്താണ് മാക്സിമം വാല്യൂ നമ്മൾ പറഞ്ഞു, എന്താണ് മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു.
ഇനി മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള രണ്ട് ടെസ്റ്റുകൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ള രണ്ട് ടെസ്റ്റുകൾ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രഷപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, +2 ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ച് ഫെമിലിയർ ആയിട്ട് വന്ന ടോപ്പിക്സ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, ഒരു റിവിഷൻ പ്രൊസീജിയർ നമ്മൾ പറയുന്നതേ ഉള്ളൂ ഇവിടെ. And the next concept is greatest and least value of a function in an interval. അപ്പോൾ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇൻ ആൻഡ് ഇൻ്റർവെൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റർവെൽ അവർ തന്നിട്ടുണ്ടാവും. ആ ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ലീസ്റ്റ് വാല്യൂ, അതായത് അവിടെ നമുക്ക് ഇവിടെ നമുക്ക് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നില്ല, ഒരു ഇൻ്റർവെല്ലിനെ സ്പെസിഫൈ ചെയ്തല്ല പറയുന്നത്, ഒരു പോയിന്റിലാണ് പറയുന്നത്. ഒരു പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷന് മാക്സിമം വാല്യൂ ഉണ്ടെങ്കിൽ എഫ് ഓഫ് c is greater than f of x ആണെന്ന് പറയാം. അഥവാ സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ എഫ് ഓഫ് c is less than f of x എന്ന് പറയാം. അപ്പോൾ ഈ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ പോയിന്റ്. സി എന്ന് പറയുന്ന പോയിന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇന്റർവെൽ. അതായത് ഒരു ഇന്റർവെല്ലിൽ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഒരു ഇന്റർവെൽ വന്നിട്ടുണ്ടാവും. ആ ഇന്റർവെല്ലിനിടയ്ക്കാണ് നമ്മൾ എക്സ് എടുക്കുന്നതെങ്കിൽ ആ ഇന്റർവെല്ലിൽ ആ ഫംഗ്ഷന്റെ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആർ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി or are given by the values of f in x element of open interval ab for which f dash of x equal to 0. എന്താ പറയുന്നത്, the greatest and least value of a function f in closed interval ab. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ ഒരു ഫംഗ്ഷനായ എഫിൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആൻഡ് ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, they are either f of a or f of b or are given by the values of f in x element of open interval ab for which f dash of x is equal to 0. അതായത് ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ക്ലോസ്ഡ് ഇന്റർവെല്ലായ എ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഗ്രേറ്റസ്റ്റ് വാല്യൂയും ലീസ്റ്റ് വാല്യൂയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എയ്തർ എഫ് ഓഫ് എ, ആ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദ ലിമിറ്റ് എന്താണ് ഇന്റർവെലിനകത്ത് ഒരു പോയിന്റായ ഒരു എൻ പോയിന്റായ എയിലായിരിക്കും എഫ് ഓഫ് എ ആയിരിക്കും ഒന്നുകിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഓർ ലീസ്റ്റ് വാല്യൂ, അല്ലെങ്കിൽ എന്താ എഫ് ഓഫ് ബി ആയിരിക്കും അടുത്ത എൻ പോയിന്റ് ആയ ബിയിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ ആയ എഫ് ഓഫ് ബി ആയിരിക്കാം ഒന്നുകിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഓർ ലീസ്റ്റ് വാല്യൂ, ഓർ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയും കൂടെ എന്താണ്, are given by the values of f, fന്റെ വാല്യൂസ് എവിടെ, in x element of open interval ab for which f dash of x is equal to 0. f dash of x equal to 0 വരുന്ന എക്സിന്റെ വാല്യൂസ് എവിടെ എടുക്കണം, ഓപ്പൺ ഇന്റർവൽ എയും ബിയും എടുക്കരുത്, എയ്ക്കും ബിക്കും എടുക്കുള്ള ഏതോ ഒരു വാല്യൂവിൽ എഫ് ഡാഷ് ഏതൊക്കെ വാല്യൂസിലാണോ എയ്ക്കും ബിയിലും ഇടയ്ക്കുള്ള ഏതൊക്കെ എക്സ് വാല്യൂസിലാണോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുന്നത് ആ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വാല്യൂസ് ക്യാൻ ബി ടേക്കൺ ആസ് എയ്തർ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓർ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്, ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂസ് ഓഫ് എ ഫംഗ്ഷനെ പറ്റി. ഒരു ഫംഗ്ഷൻ്റെ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ എന്തുണ്ടാവണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ, മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഗ്രേറ്റസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് എൻ പോയിന്റ്സിലുള്ള വാല്യൂ ആയിരിക്കും, അതായത് എഫ് ഓഫ് എയോ അല്ലെങ്കിൽ എഫ് ഓഫ് ബിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ given by the values of f in x element of open interval ab for which f dash of x is equal to 0. ആ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുന്ന ഏതൊക്കെ എക്സുകളാണോ ഓപ്പൺ ഇന്റർവെൽ എ ബിയിലുള്ളത് ആ എക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂസും എന്തായിട്ട് വരാം, ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആയിട്ട് വരാം.
അപ്പോൾ ഇത് ഇന്നത്തെ സെഷനാണ് നമ്മൾ പറഞ്ഞ ജസ്റ്റ് മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, ഗ്രേറ്റസ്റ്റ് വാല്യൂ, ലീസ്റ്റ് വാല്യൂ ഒക്കെ എന്താണെന്നുള്ളത് അതിൻ്റെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞതും. കൂടാതെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനോട് ഡിറ്റർമൈൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് ടെസ്റ്റുകളെ പറ്റി നമ്മളെന്ന് പറഞ്ഞു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.